ഹോം സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഡെമോ ക്ലാസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഫ്ലോർ പ്ലാന് യൂസ് ചെയ്തിട്ട് ഞാൻ ഈ രീതിയിൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ വാള്, ഡോർസ്, വിൻഡോസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് AI യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്കൊരു റൂം ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മോഡൽസിൽ 100K മോഡൽസും ഫിനിഷസും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാതും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു ക്ലയൻറ്റിന് നമ്മളൊരു ഡിസൈൻ ചെയ്ത് കൊടുത്താൽ നമ്മളെ മോഡൽ നമ്മൾ അല്ലെങ്കിൽ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ മോഡൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവണമെന്നില്ല അല്ലേ, നമ്മൾ കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു പ്രോബ്ലം വരുന്നില്ല. നമുക്ക് കസ്റ്റമറിൻ്റെ അടുത്ത് ധൈര്യമായിട്ട് പറയാം അത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള മോഡൽസ് നമ്മൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സ്കെച്ചപ്പ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യാനും പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി ഒരു റൂം AI യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ജനറേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ AIയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ AI ടെംപ്ലേറ്റ് സ്റ്റൈൽ ഉണ്ട്. AI ടെംപ്ലേറ്റ് സ്റ്റൈലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോൾ ഹൗസ് ഡിസൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ബെഡ്റൂം സെലക്ട് ചെയ്തിട്ട് ഈ രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഈ രീതിയിൽ ബെഡ്റൂമോ ബാത്റൂമോ ഏതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക, കൺഫേം കൊടുക്കുക. ഇവിടെ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ്, ബെഡ്റൂമിൻ്റെ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് നമുക്ക് ഏതാണ് നമ്മുടെ റൂമിന് മാച്ചിങ് ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ആ ഒരു സൈസിന് മാച്ചിങ് ആയിട്ട് തോന്നുന്നത് എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് കൺഫേം കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. ഈ രീതിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസൈൻ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഈ ബെഡ് വേണ്ട, വേറെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്ലയൻറ്റിൻ്റെ മുമ്പിൽ നിന്ന് ലൈവായിട്ടൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ പറയാണ് ഇതിവിടെ ഒരു മാച്ച് ഇല്ല നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു വാൾ ഡെക്കർ ഇവിടെ വേണ്ട, അല്ലെങ്കിൽ വേറെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റീപ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ, വെച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറും. ഈ രീതിയിൽ ഇപ്പോൾ ഞാൻ വാൾ ഡെക്കറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അല്ല നമുക്ക് വേറെ എന്തെങ്കിലുമാണ് മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഏത് എലമെൻറ്റും ഈ രീതിയിൽ റീപ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരുപാട് മോഡൽസ് കാര്യങ്ങളുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ തന്നെ വെച്ച് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മോഡൽസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ഡോർസ്, വിൻഡോസ് എല്ലാം അതിലുണ്ട്. നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വാൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡിസൈനിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒക്കെ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് AI ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് കുറച്ച് എഡിറ്റിങ് കാര്യങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് മൂവിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വന്നാൽ റെൻഡറിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. റെൻഡറിങ്ങിൻ്റെ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലൊക്കെ പെർസ്പെക്റ്റീവ് വ്യൂ ഉണ്ട്, 360 വാക്ക് ത്രൂ ഉണ്ട്, ടോപ്പ് വ്യൂ ഉണ്ട്, വീഡിയോ ടെംപ്ലേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കസ്റ്റമായിട്ട് വീഡിയോ നമുക്കൊരു പാത്തൊക്കെ കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഈ രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമ്മൾ ചെയ്ത ഇൻറ്റീരിയർ ഈ രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ 360ൽ നമുക്ക് 8K വരെ അൺലിമിറ്റഡ് ആയിട്ട് റെൻഡർ ചെയ്യാൻ പറ്റും. പെർസ്പെക്റ്റീവ് വ്യൂവിൽ വന്നാൽ 4K വരെ അൺലിമിറ്റഡ് ആയിട്ട് റെൻഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ ക്യാമറ ഒക്കെ വെച്ചിട്ട് വ്യൂ സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി സ്മാർട്ട് വ്യൂസ് എന്ന് പറഞ്ഞിട്ട് വ്യൂസ് ഉണ്ട്. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ റൂം ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ റൂംസും ഇതിലുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് റെൻഡർ കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോ മാറ്റി കൊടുക്കാൻ പറ്റും. റൂം സെലക്ട് ചെയ്ത് കൊടുക്കുക, വേറെ എഡിറ്റിങ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഫ്രെയിമിലേക്ക് നമ്മൾ റെൻഡർ കാര്യങ്ങൾ വരും. അപ്പോൾ ഓൾറെഡി ഇവിടെ ഓട്ടോമാറ്റിക് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഡേ ലൈറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ജനറേറ്റ് കൊടുക്കുന്നുണ്ട്. നൈറ്റ് ലൈറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇത് വന്നിട്ട് നമ്മളതായിട്ടുള്ള കസ്റ്റം ലൈറ്റിംഗ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡേ സെലക്ട് ചെയ്യുമ്പോൾ ഡേൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് കാര്യങ്ങളാണ് വരിക. നമ്മൾ നൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നൈറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളാണ് വരിക. അപ്പോൾ നൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഹൈറ്റ് നിന്ന് നോക്കുന്ന പോലെ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഏതാണ് എവിടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റീരിയർ ഏരിയയിൽ വരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ആ ലൈറ്റും കാര്യങ്ങളൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ നമുക്ക് അല്ലാതെ കസ്റ്റമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് AI യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ പെർസ്പെക്റ്റീവ് വ്യൂവിൽ രണ്ട് റെൻഡർ കൊടുത്തിട്ടുണ്ട്. ഇനി 360 വ്യൂവിൽ വന്നാലും ഈ രീതിയിൽ ഒരുപാട് സ്മാർട്ട് വ്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വ്യൂ ഈ 2Dയിൽ വന്ന് ക്യാമറ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആ വ്യൂ. അപ്പോൾ നമ്മൾ ബാക്ക് പോയി കഴിഞ്ഞാലും ഈ വ്യൂ സെലക്ട് ചെയ്ത് കൊടുത്താലും നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് ഒരുപാട് വ്യൂസ്, അൺലിമിറ്റഡ് വ്യൂസ് നമുക്ക് ഇവിടെ സേവ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ 360 വന്നാൽ 8K വരെ അൺലിമിറ്റഡ് ആയിട്ട് റെൻഡർ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ലിമിറ്റേഷൻസ് കാര്യങ്ങളുണ്ട്. 741 എന്നൊക്കെ പറഞ്ഞിട്ട് ലിമിറ്റേഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ പ്രോ വേർഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എലൈറ്റ് വേർഷൻ ആണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് ഇതുവരെ ചെയ്യാൻ പറ്റും. അല്ല, പ്രോ വേർഷനിലാണെങ്കിൽ 8K വരെ നമുക്ക് അൺലിമിറ്റഡ് റെൻഡേഴ്സ് ചെയ്യാൻ പറ്റും. എത്ര വേണമെങ്കിലും റെൻഡർ ചെയ്യാം കേട്ടോ. ഇത്ര റെൻഡറൊന്നുമില്ല, 8K വരെ അൺലിമിറ്റഡ് ആയിട്ട് റെൻഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ 360 വ്യൂവിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് നമ്മളെ ക്ലയൻസിന് ഒന്നുകൂടി നമ്മളെ ഡിസൈനും കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ആവും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ക്യാമറ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ 2Dയിൽ വന്നാൽ ക്യാമറ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ 3D ആകുമ്പോൾ നമുക്ക് ഇവിടെ 2D അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ജനറേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഞാനിപ്പോൾ എത്ര വ്യൂ റെൻഡർ ചെയ്യാനായിട്ട് 3 വ്യൂ ആയില്ലേ, 2 പെർസ്പെക്റ്റീവ് വ്യൂവും ഒരു 360 വ്യൂ ഒക്കെ റെൻഡർ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഒരു പ്രാവശ്യം നമുക്ക് ഒരു വ്യൂ മാത്രമല്ല റെൻഡർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ വീറയിലോ കൊറോണയിലൊക്കെ റെൻഡർ ചെയ്യുമ്പോൾ ഒരു വ്യൂ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത എഡിറ്റിങ് കാര്യങ്ങൾ ചെയ്തിട്ട് അടുത്ത വ്യൂവിൽ റെൻഡർ ചെയ്യാനിടാൻ. അപ്പോൾ ഇതിൽ നമുക്ക് എത്ര വേണേലും റെൻഡർ ചെയ്യാനിട്ടിട്ട് നമുക്ക് നെക്സ്റ്റ് വർക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡിസൈനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ റെൻഡർ ചെയ്ത ഇമേജസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഗാലറിയിൽ, ഇവിടെ ഒരു ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഇവിടെയാണ് സേവ് ആവുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത്ര സിമ്പിളായിട്ട് ഇത്രയും നല്ല രീതിയിൽ റെൻഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെർസ്പെക്റ്റീവ് വ്യൂവിൻ്റെ ജസ്റ്റ് AI യൂസ് ചെയ്തിട്ട് ഒരു നൈറ്റ് വേർഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലാണ് നമുക്ക് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പക്ഷെ സിമ്പിളായിട്ട് നമ്മൾ ബാക്കി സോഫ്റ്റ്വെയർസ് പോലെ ഭയങ്കരമായിട്ട് പഠിക്കാനൊന്നുമില്ല, സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡ്രോയിങ്സ് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ 2D പ്ലാൻസ്, ഫർണിച്ചർ പ്ലാൻസ് ഒക്കെ കാണാൻ പറ്റും. നമ്മൾ പ്രോ വേർഷൻ ആകുമ്പോൾ ജസ്റ്റ് അത് കാണാനേ പറ്റുള്ളൂ. എലൈറ്റ് വേർഷൻ ആകുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ കൺസ്ട്രക്ഷൻ ഡ്രോയിങ്ങും ഇതേപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല, ജസ്റ്റ് കാണാൻ പറ്റും. കൊട്ടേഷൻ എടുക്കാൻ പറ്റും. നമുക്ക് BOQ, BOM ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എക്സൽ ഷീറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. ഓക്കെ, അത് പ്രോ വേർഷനിലും കിട്ടും, എലൈറ്റ് വേർഷനിലും കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, എത്ര പെട്ടെന്ന് നമ്മൾ 4Kയിൽ റെൻഡർ ചെയ്യാനിട്ട ഇമേജസ് ഒക്കെ പെട്ടെന്ന് റെൻഡർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി 8Kയിൽ ഇട്ടിട്ടുള്ള 360 വ്യൂ കണ്ടില്ലേ, എത്ര പെർസെൻറ്റേജ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ റെൻഡർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ടോട്ടൽ ഒരു 3 to 4 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് റെൻഡറിങ് നമ്മൾ തീരും. ഇനി അതേപോലെ നമ്മൾ ഓരോ റൂം റെൻഡർ ചെയ്ത് വെച്ചിട്ട്, ഇപ്പോൾ നമ്മൾ ബെഡ്റൂം, ലിവിങ്, ബാത്റൂം ഒക്കെ റെൻഡർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 720 VR ടൂർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു റൂമിൽ നിന്ന് ഒരു റൂമിലേക്ക് പോയി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ലിങ്ക് ബേസ്ഡ് ആയിട്ടാണ് ഉണ്ടാവുക നമ്മുടെ ഈ 360 വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല, പക്ഷെ ലിങ്ക് ആയിട്ട് ഉണ്ടാവും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ സോഫ്റ്റ്വെയർ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഇമേജസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. 360 വ്യൂസിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ലിങ്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ലിങ്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത്ര ടൈം വരെയാണ് ലിങ്ക് കാണേണ്ടത്, അല്ലെങ്കിൽ ഇത്ര ടൈം വരെ ഇത് കഴിഞ്ഞാൽ ആ ലിങ്ക് എക്സ്പയർ ആയി പോകണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ടൈമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് ക്ലയൻസിന് ജസ്റ്റ് ഒരു ലിങ്ക് ബേസ് ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ വ്യൂസ് ഇവിടെ റെൻഡർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ 8Kയിൽ നമ്മൾ ചെയ്തിട്ടുള്ള നൈറ്റ് വ്യൂവും ഡേ വ്യൂവും റെൻഡർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അയച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടി കൺവീൻസിങ് ആവും നമ്മുടെ ക്ലയൻസിന്. കാരണം അവർക്ക് ഈ രീതിയിൽ കാണാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ ടൈൽസിൻ്റെ ഗ്ലോസ്നെസ് ഒക്കെ കൂട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമേ. എഡിറ്റിങ് കാര്യങ്ങൾ, മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും. ഓക്കെ, ഈ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒന്നുകൂടി കൺവിൻസിങ് അല്ല. നമുക്കപ്പോൾ ഡോർ എവിടെ വരുന്നത്, വിൻഡോ എവിടെ വരുന്നത്, അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് കയറുന്നത്, ബാത്റൂം ഡോർ, ഇങ്ങനെ നമ്മളൊരു വ്യൂ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, ഒരു റൂം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 2-3 വ്യൂ ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് പകരം നമുക്കൊരു 360 വ്യൂ ആണെങ്കിൽ ഈ രീതിയിൽ കാണാൻ പറ്റും. ഇത് നമുക്ക് മൊബൈലിലാണെങ്കിലും കാണാൻ പറ്റുമേ. ഡേയിൽ ചെയ്തിട്ടുണ്ട്, നൈറ്റിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് കുഹൂം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലും കസ്റ്റമൈസ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുഹൂമിനെ പറ്റി പഠിക്കാൻ പറ്റും. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളവർ കോൺടാക്ട് ചെയ്യണേ. താങ്ക്